നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. സർ, നമസ്കാരം. സർ, കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യം ലഭിച്ചു. അദ്ദേഹം പുറത്തിറങ്ങി. കഴിഞ്ഞ ദിവസമൊക്കെ അടൂരിലെ വീട്ടിലെത്തി. അവിടെ കുറെ സംഭവബഹുലമായിട്ടുള്ള കാര്യങ്ങൾ നടന്നു എന്നൊക്കെ അറിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ആദ്യ ബലാത്സംഗ കേസിൽ ഹൈക്കോടതി നടത്തിയിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ അത് നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. രാഹുലിനെ കുടുക്കി അകത്താക്കാം എന്ന് കരുതിയിരിക്കുന്നവർക്കൊക്കെ തന്നെ ഹൈക്കോടതിയിൽ നിന്നൊരു അപ്രതീക്ഷിത പ്രഹരം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എന്നതാണെങ്കിൽ നമുക്ക് പറയാം. ആ ഹൈക്കോടതിയുടെ ആ നിരീക്ഷണങ്ങൾ നമുക്ക് എങ്ങനെ വിലയിരുത്താം സാർ? വളരെ ശ്രദ്ധേയമായ ചില നിരീക്ഷണങ്ങളാണ് ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് നമ്മൾ കേട്ടത്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് കോടതി നൽകുന്നൊരു പിന്തുണ കൂടിയാണ്. വലിയൊരു സന്ദേശമാണ് ഇതുവഴി ഹൈക്കോടതി കേരളത്തിന് നൽകുന്നത്. കേരളത്തിൽ നിലവിൽ ഒരു സോ കോൾഡ് സദാചാര പോലീസിംഗ് ഉണ്ട്. ആ സദാചാര പോലീസിംഗ് ഇവിടെ ഇപ്പോൾ ഏറ്റെടുക്കുന്നത്, പണ്ട് നാൽക്കവലകളിൽ ചില വീടുകളിൽ പോസ്റ്റർ ഒട്ടിച്ചും അല്ലെങ്കിൽ കവലകളിലെ കലിങ്കുകളിൽ അനാവശ്യങ്ങൾ എഴുതി വെച്ചും ഈ സദാചാര പോലീസിംഗ് ചമയുന്ന ഒരു കൂട്ടം തെരുവ് ജനങ്ങളുണ്ട്. ആ തെരുവ് ജനങ്ങളുടെ റോൾ ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത് ചില മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളിലെ സോ കോൾഡ് സാംസ്കാരിക പ്രവർത്തകരും ഫെമിനിസ്റ്റുകളുമൊക്കെയാണ്. അവർ തങ്ങൾ മറ്റുള്ളവരെക്കാൾ ഏറെ മറ്റെന്തെങ്കിലുമൊക്കെ തലങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നു എന്ന് കാട്ടാൻ ആളുകളെ കുറ്റം പറയുന്നു. സ്ത്രീ പീഡനമെന്ന നിരന്തര ആരോപണങ്ങൾ ഉയർത്തുന്നു. സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പാരലായിട്ട് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ എന്ന പേരിൽ ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റേതുപോലെയുള്ള സംഭവങ്ങൾ വളരെ ഉച്ചത്തിൽ ഉയർത്തിക്കാട്ടുന്നു. പിന്നീട് രാഷ്ട്രീയ പകപോക്കലിന് ഇത്തരം വിഷയങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ധാർമ്മികമായി ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നത് അവിടെ നിൽക്കട്ടെ. പക്ഷെ അവിടെ നടന്നത് ഒരു സദാചാര പോലീസിംഗ് ആണ്. രാഹുലിനെതിരെ ഉയർന്നു വന്ന ചില ആരോപണങ്ങൾ നമ്മൾ തുടക്കം മുതൽ ഒരു നിലപാടെടുത്തത് ഇന്നലെ ഹൈക്കോടതി പറഞ്ഞ അതേ നിലപാട് തന്നെയാണ്. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ആ വിധിന്യായത്തിൽ പറഞ്ഞ അതേ നിലപാട് തന്നെയാണ് മലയാളി വാർത്ത തുടക്കം മുതൽ സ്വീകരിച്ചത്. ഇന്നലെ ഹൈക്കോടതിയുടെ ചില ചോദ്യങ്ങൾ, അതിൽ നിന്ന് നമുക്ക് ഈ ചർച്ചയിലേക്ക് വരാം. ഹൈക്കോടതി എന്താണ് ചോദിച്ചത്? രാഹുൽ അവിവാഹിതനാണ്. ഇപ്പോഴത്തെ നിയമ സംവിധാനങ്ങൾ അനുസരിച്ച് വിവാഹിതയാവട്ടെ വിവാഹിതയല്ലാതാവട്ടെ, വിവാഹിതനാവട്ടെ വിവാഹ ജീവിതത്തിൽ പെടാത്തയാളാവട്ടെ, രണ്ട് പ്രായപൂർത്തിയായ ആളുകൾക്ക് ഉഭയസമ്മതപ്രകാരം അവർക്ക് ഒരു ലൈംഗിക ബന്ധം ഉൾപ്പെടെ കൃത്യമായി വ്യക്തിപരമായ ബന്ധങ്ങളിലേക്ക് കടക്കാം. അത്തരം ബന്ധങ്ങൾ അവർക്ക് തുടരാം. ഈ ചോദ്യമാണ് നമ്മുടെ മനസാക്ഷിയിൽ വന്ന് തട്ടേണ്ടത്. നിയമപരമായി എന്ത് തെറ്റ്? അവിവാഹിതനായ രാഹുൽ എത്രയധികം യുവതികളുമായി ഉഭയസമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് വന്നാലും അതിൽ എന്താണ് നിയമപരമായ തെറ്റ്? ഇതാണ് ഇന്നലെ ഹൈക്കോടതി ഉയർത്തിയ ഏറ്റവും ശ്രദ്ധേയമായ ചോദ്യം. അപ്പോൾ അവിടെ മുഴയ്ക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ 3 പരാതിക്കാരോടും ചെയ്തത് റേപ്പല്ലേ, ബലാത്സംഗമല്ലേ? അത് നിർവചിക്കപ്പെടേണ്ടത് നിയമ സംവിധാനങ്ങളുടെ കൃത്യമായ പരിശോധനയിലൂടെയാണ്. അത് ഇന്നലെ ഹൈക്കോടതി പറഞ്ഞു. പക്ഷേ രണ്ടാം പരാതിക്കാരിയുടെ പരാതിയിൽ പോലീസ് എടുത്ത എഫ്ഐആറിന്മേൽ രാഹുലിനെതിരെ റിമാൻഡ് നടപടികൾ ഉൾപ്പെടെയുള്ള നടപടികളുമായെന്ന് പോലീസ് നീങ്ങിയപ്പോൾ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ നൽകി രാഹുൽ. ആ വിധിയിൽ വ്യക്തമായി പറയുന്നുണ്ട് അതൊരു ബലാത്സംഗമല്ല. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി നൽകിയ വിധിയിൽ രാഹുൽ നടത്തിയത് ബലാത്സംഗമല്ലെന്നും ഒരു ഉഭയസമ്മത പ്രകാരമുള്ള പരസ്പര വിശ്വാസത്തോടു കൂടിയ ഒരു ലൈംഗിക ബന്ധമായിരുന്നുവെന്നും അവർക്കിടയിൽ വലിയ സൗഹൃദമുണ്ടായിരുന്നു എന്നും ജില്ലാ സെഷൻസ് കോടതി അന്ന് കൃത്യമായ വിധിന്യായത്തിൽ പറഞ്ഞിരുന്നു. ഒന്നാം പരാതിക്കാരിയുടെ പരാതിയിൽ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞുകൊണ്ട് തിരുവനന്തപുരം കോടതിയിൽ നിന്നൊരു വിധി വന്നു. പക്ഷേ ആത്യന്തികമായി രാഹുലിന് ആ കേസിൽ ഒരു ജാമ്യം ലഭിക്കണം. അതിനുവേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചു. ആ കേസിലാണ് വിശദമായ വാദം ഇന്നലെ ഹൈക്കോടതി കേട്ടത്. ഹൈക്കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തിയത്. അന്തിമവിധി പുറപ്പെടുവിച്ചിട്ടില്ല. ഹൈക്കോടതി ഇത്തരമൊരു നിരീക്ഷണം നടത്തുമ്പോൾ ഹൈക്കോടതിക്ക് മുന്നിൽ 2 വിധിന്യായങ്ങളുണ്ടപ്പോൾ, ഒന്ന് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയുടേത്, മറ്റൊന്ന് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയുടേത്. ഈ 2 കോടതി വിധികളിലും വളരെ ശക്തമായി ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. രാഹുൽ നടത്തിയത് ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ്. അത് രണ്ടും റേപ്പിൻ്റെ പരിധിയിൽ വരുന്നില്ല. അപ്പോൾ പിന്നെ ഒന്നാം പരാതിക്കാരിയുടെ ഈ പരാതി ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ
അതിൻ്റെ ഒരു തലത്തിലും ഹൈക്കോടതി റേപ്പ് എന്നുള്ള ഒരു തലത്തിലേക്ക് വരുന്നില്ല. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റ് നീട്ടിവെച്ചുകൊണ്ട് തിരുവനന്തപുരം കോടതി ഉത്തരവിടുമ്പോൾ ഈ ആദ്യ പരാതിക്കാരിയുടേത് ഒരു റേപ്പാണ് എന്നുള്ള വാദം അംഗീകരിക്കുന്നില്ല. ഇതേ വാദമുഖമാണ് ഹൈക്കോടതിയിൽ ശക്തമായി രാഹുൽ ഉയർത്തിയത്. ഇതാണ് ഹൈക്കോടതി ഇന്ന് ജനങ്ങൾക്ക് നൽകുന്ന ഒരു കൃത്യമായ സന്ദേശമുണ്ട്. കോടതികൾക്ക് കൃത്യമായി നിയമത്തിൻ്റെ വഴിയിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ. എന്നാൽ പോലീസിന് ഭരണകൂടത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാളെ അന്യായമായി നടപടിക്രമങ്ങളൊക്കെ ലംഘിച്ച് അറസ്റ്റ് ചെയ്യാം, അകത്തിടാം, അയാളെ കസ്റ്റഡിയിലെടുത്ത് പീഡിപ്പിക്കാം. അജണ്ട വെച്ച് മാധ്യമങ്ങൾക്ക് ഒരാളെ സദാചാര വേട്ടയ്ക്ക് ഇരയാക്കാം. സദാചാര പോലീസിംഗ് ചമഞ്ഞ ഒരു കൂട്ടം ആളുകൾക്ക് ഒരു വ്യക്തിയുടെ നേർക്ക് ചീമൊട്ട എറിയാം, അയാളെ ആക്രോശിക്കാം, അയാളെ അധവനെന്ന് വിളിക്കാം. എല്ലാ അവകാശവും ഉണ്ട്. ഇതൊക്കെ നിലനിൽക്കെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നത് കോടതികളെയാണ്. കോടതികൾ നിയമത്തിൻ്റെ ആ കണ്ണിലൂടെ ഇത്തരം സംഭവങ്ങൾ നോക്കിക്കാണുമ്പോൾ അതിൽ കൂടുതൽ വ്യക്തതയും കൃത്യതയും നമുക്ക് കിട്ടും. ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ നാളിതുവരെ ഉയർന്നു വന്നിരിക്കുന്ന പരാതികൾ നിലനിൽക്കില്ല എന്ന നിലപാട് നമ്മൾ തുടക്കം മുതൽ സ്വീകരിച്ചത്. നിയമപരമായി നിലനിൽക്കില്ല. ധാർമ്മികമായി ഇത്തരം ആരോപണങ്ങൾ ഉയരുമ്പോൾ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ രാഹുൽ വീണ്ടും ഒരു മത്സര രംഗത്തേക്ക് ഇറങ്ങിയാൽ വിജയിക്കുമോ ഇല്ലയോ എന്നതൊക്കെ ജനങ്ങളുടെ നിലപാടാണ്. ജനങ്ങളെ നമുക്ക് വെല്ലുവിളിക്കാൻ കഴിയില്ല. രാഹുലിനെ വീണ്ടും പാലക്കാട്ടെ ജനങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് ജനവിധിയാണ്. ജനവിധി അംഗീകരിക്കാൻ നമ്മൾ വലിയ മനസ്സ് കാണിക്കണം. കാരണം ജനങ്ങൾ ഇന്ന് പഴയതുപോലെ മാധ്യമങ്ങൾ പറയുന്നത് കേട്ട് തലയാട്ടുന്നവരല്ല, ഭരണകൂടം പറയുന്നത് അന്ധമായി വിശ്വസിക്കുന്നവരല്ല. കേരളത്തിലെ ചാനലുകളും മാധ്യമങ്ങളുമൊക്കെ അവരുടെ മുന്നിൽ നിരത്തി വയ്ക്കുന്ന ഈ കഥകൾ വെള്ളം തൊടാതെ വിഴുങ്ങുന്നവരല്ല. അവർക്ക് കാര്യങ്ങൾ വിലയിരുത്താനും സോഷ്യൽ മീഡിയയിൽ നോക്കി വസ്തുതകൾ മനസ്സിലാക്കാനും സ്വന്തം അഭിപ്രായ പ്രകടനം നടത്താനും വാട്സാപ്പ് ചാറ്റ് റൂമുകളിൽ മറ്റുള്ളവരോട് ഇക്കാര്യങ്ങൾ ശക്തമായ ഒരു വാദഗതിയായി ഉന്നയിക്കാനും ഇന്ന് സാധാരണ ജനങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് അവരൊക്കെ അവരുടേതായ നിഗമനങ്ങളിലെത്തിയിട്ടുണ്ട്, അവരുടേതായ ചില കണക്കുകൂട്ടലുകളുണ്ട്. ഇവിടെയാണ് നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ രാഹുലിന് കാണുന്ന ഈ വലിയ പിന്തുണയുടെ ആഴം മനസ്സിലാക്കേണ്ടത്. സമൂഹ മാധ്യമങ്ങളിൽ ആളുകൾ ചോദിക്കുന്നു, രാഹുൽ ചെയ്തതിൽ എന്താണ് തെറ്റ്? ധാർമ്മികമായി സദാചാരപരമായി ചോദ്യം ചെയ്യപ്പെടാം, പക്ഷേ സദാചാര പോലീസിങ്ങിന് ഇവിടെ ആർക്ക് അവകാശം? രാഹുൽ ഒന്നിലധികം സ്ത്രീകളുമായി വ്യക്തിപരമായ ബന്ധം പുലർത്തി, അല്ലെങ്കിൽ സൗഹൃദം, പ്രണയത്തിലേക്കും ലൈംഗിക ബന്ധത്തിലേക്കും കടന്നു എങ്കിൽ അത് അയാളുടെ സ്വകാര്യതയിലൂന്നിയ ഒരു പ്രശ്നമാണ്. പിന്നീട് പബ്ലിക്കിന് മുന്നിലേക്ക് ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ നിയമത്തിൻ്റെ കണ്ണിലൂടെ വേണം നമ്മൾ ആദ്യം നോക്കിക്കാണാൻ. അതിലപ്പുറം ധാർമ്മികത, അത് നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു കുടുംബത്തിൽ ധാർമ്മികത വേണം. ഭാര്യയ്ക്ക് വേണം, ഭർത്താവിന് വേണം, കുട്ടികൾക്ക് വേണം. ആ ബന്ധങ്ങളിലൊക്കെ ഒരു ധാർമ്മികത നമ്മൾ കൽപ്പിക്കുന്നുണ്ട്. പക്ഷേ ധാർമ്മികതയെ പലപ്പോഴും നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. നമ്മളുടെ ചുറ്റുമുള്ളവർക്ക് ധാർമ്മികത വേണമെന്ന് നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുമ്പോൾ, അവർ അവരുടേതായ വഴിക്ക് നീങ്ങുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മാറി നിൽക്കുക എന്ന അവകാശം മാത്രമേ ഈ ജനാധിപത്യ ക്രമത്തിലുള്ളൂ. അതല്ലാതെ അവരുടെ ധാർമ്മികതയെ ചോദ്യം ചെയ്ത് നമ്മുടെ സദാചാരമാണ് അവർക്കും അടിച്ചേൽപ്പിക്കപ്പെടേണ്ട സദാചാരം എന്ന് അവരുടെ മേൽ ചാപ്പയടിക്കാൻ പാടില്ല. ഇവിടെയാണ് മലയാളികൾക്ക് തെറ്റുപറ്റുന്നത്. ഈ വലിയ വീഴ്ചയെ ഹൈക്കോടതി ഇന്നലെ എടുത്തിട്ട് അലക്കുകയാണ്. ഇവിടെയാണ് ഹൈക്കോടതി എണ്ണി ചോദിക്കുന്നത്, രാഹുൽ എന്ന അവിവാഹിതൻ ഒന്നിലധികം സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അത് ഉഭയസമ്മതപ്രകാരമാണെങ്കിൽ രാഹുൽ എന്ത് തെറ്റാണ് ചെയ്തത്? ഈ ചോദ്യത്തിന് മുന്നിൽ പ്രോസിക്യൂഷൻ ഉത്തരം മുട്ടുന്നു. പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ടാണ് കോടതിയുടെ ഓരോ ചോദ്യവും. അപ്പോഴിതാ രാഹുലിന് വേണ്ടി സർക്കാർ അഭിഭാഷകൻ ചോദിക്കുന്നു, രാഹുൽ നഗ്നദൃശ്യം പകർത്തിയിട്ടുണ്ടെങ്കിൽ കോടതി പറഞ്ഞത് പരിശോധിക്കാം. അത് പരിശോധിക്കാനാണല്ലോ പോലീസ് ഉള്ളത്. മറുവശത്ത് രാഹുൽ അതിജീവിതയെ അധിക്ഷേപിക്കുന്നു, സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുന്നു എന്നൊക്കെ പറയുന്നത് കോടതി വെള്ളം തൊടാതെ വിഴുങ്ങുന്നില്ല. രാഹുലിനെ അനുകൂലിക്കുന്നവർക്ക് അവരുടേതായ അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം കൂടി നിലനിൽപ്പുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിൽ വേണം നമ്മൾ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയുടെ ഈ വിധിന്യായത്തിലേക്ക് വരേണ്ടത്. ഇതൊരു ഇടിവെട്ട് വിധിയാണ്. ഹൈക്കോടതി ഇന്നലെ എന്തു പറഞ്ഞോ അത് പൂർണ്ണമായും സാധൂകരിക്കുന്ന, ആ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ അടിവരയിട്ട് പകർത്തി എഴുതിയ ഒരു വിധിന്യായമാണ് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് നമ്മൾ ഇന്നലെ കേട്ടത്, കണ്ടത്, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഈ വിധിന്യായം എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഉച്ചത്തിൽ ചർച്ച ചെയ്യുന്നില്ല? അവർ കെട്ടിപ്പൊക്കിയ പല കഥകളും പൊളിഞ്ഞെടുക്കുന്ന കാഴ്ച ഈ വിധിന്യായത്തിലുണ്ട്. മൂന്നാം അതിജീവിതയെ അവതരിപ്പിക്കുമ്പോൾ അന്ന് കേരളത്തിലൊരു കൊടുങ്കാറ്റ് പോലെ ചാനലുകൾ
പ്രഖ്യാപിച്ചത് എന്താണ്? രാഹുൽ എന്ന പെൺവേട്ടക്കാരൻ്റെ വൈകൃതങ്ങൾ. രാഹുൽ എന്ന പെൺവേട്ടക്കാരൻ ഇനി കേരള രാഷ്ട്രീയത്തിലെന്നല്ല കേരളത്തിൻ്റെ പൊതുധാരയിൽ ഉണ്ടാകില്ല. അയാളെ എന്നേക്കുമായി കൽത്തുറുങ്കിൽ അടയ്ക്കണം. ഇനിയും 10ഓളം പരാതികൾ അണിയറയിലുണ്ട്, അതിൽ ചിലത് പോക്സോയാണ് എന്നൊക്കെയുള്ള എത്ര കഥകൾ കേട്ടു. 18 ദിവസം, 11-ാം തീയതി, ജനുവരി 11-ാം തീയതി രാഹുലിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് അകത്തിടുന്നു. ഈ 18 ദിവസങ്ങൾക്കിടയിൽ മറ്റൊരു പരാതി ഉയർന്നു വന്നില്ല. വരട്ടെ, പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മുന്നോട്ട് വരണം. ഈ പരാതിക്കാരിയുടെ പരാതിയിൽ പറയുന്ന വൈരുദ്ധ്യങ്ങൾ എണ്ണി ഇന്നലെ കോടതി ചോദിക്കുകയാണ്, ഈ വിധിന്യായത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം കോടതി വിധികളിലൂടെ ഒരു വിജയം രാഹുൽ മാങ്കൂട്ടത്തിൽ കൊയ്തെടുക്കുമ്പോൾ അയാൾക്ക് സ്വാഭാവികമായും എന്തെന്നില്ലാത്ത ഒരു ജനപ്രീതി വരുന്നു. അതിന് നമുക്ക് നമ്മുടേതായ സദാചാരത്തിൻ്റെ മൂല്യമനുസരിച്ച് വേണമെങ്കിൽ തള്ളിപ്പറയാം, വേണമെങ്കിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളെ ഒന്നും നോക്കാത്ത ബഹുഭൂരിപക്ഷം ഈ സോഷ്യൽ മീഡിയയിൽ കമൻ്റ് എഴുതുന്നവരെയും നമുക്ക് അവർക്കൊപ്പം നിൽക്കാം. പക്ഷേ ആത്യന്തികമായി ആളുകൾ സത്യം തുറന്നു പറയുന്നു. ഇത്തരം കപട സദാചാരത്തിലൊന്നും പലരും ഇന്ന് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്ര പച്ചയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഈ യുവതികൾ ഇങ്ങോട്ടേക്ക് വന്നുവെങ്കിൽ ഒരു ബന്ധം പുലർത്തി കാണും, അതിലെന്താണ് തെറ്റ് എന്ന് സാധാരണ ജനങ്ങൾ ചോദിക്കുന്നു. ഇവിടെ ഇന്നലെ രാഹുലിൻ്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ പറഞ്ഞ ഒരു പ്രയോഗമുണ്ട്, നമുക്ക് അനുകൂലിക്കാം പ്രതികൂലിക്കാം. ഈ സ്ത്രീകളൊക്കെ രാഹുലിൽ ആകൃഷ്ടരായി ഇങ്ങോട്ടേക്ക് വന്നതാണ്. അത് ശരിവെക്കുന്നതാണ് യാഥാർത്ഥ്യം. ഈ 3 സ്ത്രീകളും രാഹുലിലേക്ക് വന്നു. രാഹുൽ അങ്ങോട്ടേക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രൊഫൈൽ പിക്ചർ കണ്ട് ഒരു ഹായ് അയച്ച് ചെന്ന് പിടികൂടി കൊണ്ടുവന്നതല്ല. 3 പേരും രാഹുലിനെ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടു. 3 പേരും പരിചയപ്പെടാൻ ഓരോരോ കാരണങ്ങൾ പറയുന്നു. ഒന്നാം പരാതിക്കാരി പറയുന്ന കുടുംബജീവിതത്തിലെ അസ്വസ്ഥത, അതും അടൂരിലുള്ള അല്ലെങ്കിൽ പാലക്കാട്ടെ ഒരു ജനപ്രതിനിധിയുമായി ഒരു ബന്ധവുമില്ല, കാരണം പരാതിക്കാരി തിരുവനന്തപുരത്താണ്. രണ്ടാം പരാതിക്കാരി ഒരു കൗതുകത്തിന് ബന്ധപ്പെടുന്നു, അവിവാഹിതയാണ്, വിവാഹം കഴിക്കാമെന്ന മോഹം നൽകി. പക്ഷെ വിവാഹം കഴിക്കാമെന്ന മോഹം നൽകി അങ്ങനെ അത്ര എളുപ്പമാണോ? അപ്പോൾ രാഹുൽ ഇതിലൊക്കെ ചെന്ന് പെട്ടിട്ടുണ്ട്, നമ്മൾ അതിനെ തള്ളി പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ ആ സ്ത്രീകൾ ഇങ്ങോട്ടേക്ക് രാഹുലിനെ സമീപിച്ചതാണ്. അതാണ് ഇന്നലെ രാഹുലിൻ്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ പറഞ്ഞ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാദം. അതിനെ ഹൈക്കോടതി തള്ളി പറയുന്നില്ല. ആ വാദം പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടാണ് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ഇന്നലെ സുപ്രധാന വിധി പുറപ്പെടുവിച്ചത്. ഈ വിധി ഇനി ഇത്തരം കേസുകളുമായി മുന്നോട്ട് പോകുമ്പോൾ എല്ലാവർക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ്. പ്രത്യേകിച്ച് പരാതിക്കാരുടെ പരാതി സത്യസന്ധമല്ല എങ്കിൽ അത് പൊതുസമൂഹം ചോദ്യം ചെയ്യപ്പെടും. അതിലപ്പുറം കോടതികൾ നിശ്ചിതമായി വിമർശിക്കും. നമ്മൾ സുപ്രീം കോടതിയിൽ ഈ അടുത്ത കാലത്ത് ചില സുപ്രധാന വിധികൾ നിരീക്ഷിച്ചതാണ് ഈ തലത്തിൽ. ചാനലുകൾ പോലും എല്ലാത്തിനും ഒടുവിൽ വളരെ നാണം കെട്ട് അവർ ഓടി ഒളിക്കേണ്ടി വരും ഇത്തരം നിലപാടുകളെടുത്താൻ. അപ്പോൾ രാഹുലിനെതിരെ കെട്ടിപ്പൊക്കിയ 3-ാം പരാതിക്കാരിയുടെ പരാതിയാണ് ഇന്നലെ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയുടെ വിധിയോടെ ഇപ്പോൾ പൊളിഞ്ഞടങ്ങിയിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഈ വിധിയിലേക്ക് കടന്നു വരുമ്പോൾ ചില സുപ്രധാനമായ നിരീക്ഷണങ്ങൾ കാണാം. ഇതിൻ്റെ ആദ്യത്തെ 6 പേജുകൾ വാദിയുടെയും പ്രതിയുടെയും ഒക്കെ ഭാഗമാണ്. അവർ പറയുന്ന കാര്യങ്ങൾ അത് കേട്ടാൽ നമ്മുടെ തലമറിക്കും. പക്ഷെ അവിടെയും പ്രോസിക്യൂഷനെ ശരിക്കും വറുത്തെടുക്കുന്ന ചില ഭാഗങ്ങളുണ്ട്, പ്രത്യേകിച്ച് രാഹുലിൻ്റെ വാദത്തിൻ്റെ. എന്നാൽ വിധിന്യായത്തിലേക്ക് കടക്കുമ്പോൾ, ജഡ്ജി ഈ വിധിഭാഗത്തിലേക്ക് കടക്കുമ്പോൾ സുപ്രധാനമായ ചില നിരീക്ഷണങ്ങളുണ്ട്. ഇതിലേറ്റവും ശക്തമായി ഈ വിധിന്യായത്തിൽ തുടങ്ങുന്നത് കുടുംബ ബന്ധത്തിലെ താളപ്പിഴകളിൽ നിന്നാണ് ഈ യുവതി രാഹുലിനെ ബന്ധപ്പെട്ടത് എന്ന പരാതിക്കാരിയുടെ വാദമാണ്. അത് പൊളിച്ചടുക്കിയിരിക്കുകയാണ്. ഇവിടെ കോടതി ചോദിക്കുന്നു, കോടതി നിരീക്ഷിക്കുന്നു, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾ മൂലമല്ല പരാതിക്കാരി രാഹുലിനെ സമീപിച്ചത്. കാരണം പരാതിക്കാരി രാഹുലിനെ സമീപിക്കുമ്പോൾ അവരുടെ കുടുംബജീവിതം ഭദ്രമായി പോവുകയായിരുന്നു, അതും വിദേശത്ത് കാനഡയിൽ. രാഹുലിനെ ആ പരാതിക്കാരി സമീപിക്കുന്നു, അങ്ങോട്ടേക്കാണ് മെസ്സേജ് അയച്ചത്, രാഹുലിനെ പരിചയപ്പെടുന്നു. പിന്നീട് ആ ഘട്ടത്തിൽ ഒരിടത്തും കുടുംബ ബന്ധത്തിലെ താളപ്പിഴകൾ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്ന യാതൊരുവിധ തെളിവുകളും ഹാജരാക്കാൻ പരാതിക്കാരിക്ക് കഴിഞ്ഞിട്ടില്ല. തൻ്റെ കുടുംബപരമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് രാഹുലിനെ സമീപിക്കുന്നതെന്ന് ഒരിടത്തും ഒരു വാട്സാപ്പ് ചാറ്റിലും പറയുന്നില്ല. ഇതൊക്കെ കോടതി പറയുന്നു. കുടുംബപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിയമപരമായ എന്തെങ്കിലും നടപടിക്രമങ്ങൾ തുടങ്ങണമല്ലോ. ടു ഡിസോൾവ് ദ മറൈറ്റൽ ടൈ ഇൻ അക്കോർഡൻസ് വിത്ത് ലോ.
അതാണ് കൃത്യമാണ് കോടതിയുടെ നിരീക്ഷണം. അതൊന്നുമില്ല എന്ന് മാത്രമല്ല, രാഹുലുമായി ബന്ധം തുടരുമ്പോഴും ആദ്യഘട്ടത്തിൽ രാഹുലിനെ കണ്ട് രാഹുലിൽ നിന്ന് ഗർഭിണിയായി എന്ന് പറയുമ്പോഴും അപ്പോഴൊക്കെ ഈ സ്ത്രീ ഭർത്താവുമൊത്ത് ജീവിക്കുകയാണ്. ഭർത്താവിനെ അങ്ങനെ ആ ഘട്ടത്തിലെങ്കിലും ഭർത്താവുമായി അഭിപ്രായ വ്യത്യാസം വന്ന് ഭർത്താവിനെതിരെ നിയമപരമായ നടപടികളെടുത്ത് രണ്ടുപേരും പിരിയാനുള്ള ശ്രമങ്ങൾ തുടരേണ്ടേ. അപ്പോൾ ഭർത്തൃമതിയായ ഈ യുവതിയെ എങ്ങനെ രാഹുൽ നിയമപരമായി വിവാഹം ചെയ്യും എന്ന ഒരൊറ്റ ചോദ്യമാണ് പ്രോസിക്യൂഷൻ നേർക്ക് കോടതി തൊടുത്തത്. അതിൽ ഉത്തരം മുട്ടിപ്പോയി. കാരണം എന്ത് മറുപടി പറയാൻ പറ്റും ഇവിടെ പരാതിക്കാരിക്ക്? അവർ നിയമപരമായ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല. പകരം രാഹുലിനോട് തന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുന്നു. രാഹുലിന് എങ്ങനെ ചെയ്യാൻ പറ്റും? അതിൽ തന്നെ പൂർണ്ണമായ വൈരുദ്ധ്യം അത് കൃത്യമായി ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇതാണ് കോടതിയുടെ ഈ വിധിന്യായത്തിൻ്റെ ഒരു തുടക്കഭാഗം. പിന്നീട് നമ്മൾ ഓരോ ഘട്ടങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഷീ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ കോൺടാക്ട് വിത്ത് ദ പെറ്റീഷണർ ഈവൻ ആഫ്റ്റർ ദ അലീഗ്ഡ് ഇൻസിഡൻറ്റ്. ആ ഇൻസിഡൻറ്റിനെ കുറിച്ച് പരാതിക്കാരി പറഞ്ഞ ഭാഗം കോടതി പറയുന്നുണ്ട്. തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിൽ ഉച്ചയ്ക്ക് 1 മണിക്കാണ് കാണുന്നത്. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ രാഹുൽ വന്നു. ഇവർ തമ്മിൽ ഒരു ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണ് അവിടെ നടന്നത് എന്നൊക്കെ രാഹുൽ തൻ്റെ വാദത്തിൽ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ പരാതിക്കാരി പറയുന്നത് തന്നെ ബലമായി അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്ന്. ആദ്യഘട്ടത്തിൽ ചില ഗർഭനിരോധന മാർഗം സ്വീകരിച്ചുകൊണ്ടാണ് രാഹുൽ ഈ പരാതിക്കാരെ ഉപദ്രവിച്ചത്. പക്ഷെ പിന്നീട് യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളുമില്ലാതെ വളരെ ഫോഴ്സ്ഫുള്ളായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു. അങ്ങനെ താൻ ഗർഭിണിയായി. ഇതാണ് പരാതിക്കാരിയുടെ വാദം. പക്ഷേ ആ വാദം പൂർണ്ണമായി തെറ്റ് എന്ന് തെളിയിക്കാൻ രാഹുലിൻ്റെ അഭിഭാഷകന് കഴിഞ്ഞു എന്നതിൻ്റെ വിശദാംശങ്ങൾ ഈ വിധിന്യായത്തിലുണ്ട്. ഇതിൽ പറയുന്നു, രാഹുൽ അവിടെ കോടതിയിൽ ഹാജരാക്കിയ ഒരു പെൻ ഡ്രൈവ്, രാഹുൽ ഹാജരാക്കിയ വാട്സാപ്പ് ചാറ്റുകൾ, പെൻ ഡ്രൈവിൻ്റെ തെളിവിനെക്കുറിച്ച് കോടതി വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. പെൻ ഡ്രൈവിൽ ഒരു സ്ത്രീയുടെ ശബ്ദം വളരെ സന്തോഷത്തോടെ രാഹുലുമായി പരസ്പര ബന്ധം പുലർത്തുന്നു. അവരുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് അവരുമായി ഒരു ലൈംഗിക ബന്ധം ഉൾപ്പെടെ നടന്നത് എന്ന് കൃത്യമായി സ്ത്രീ വിവരിക്കുന്ന ഭാഗം ആ പെൻഡ്രൈവിലെ സംഭാഷണത്തിലുണ്ട്. പക്ഷേ കോടതി ഒരു കാര്യം പറഞ്ഞു, ശാസ്ത്രീയമായി ആ സംഭാഷണ ശകലം പരാതിക്കാരിയുടേതാണ് എന്ന് തെളിയിക്കുന്നത് വരെ ഇതൊരു ഡിജിറ്റൽ തെളിവായി കോടതിക്ക് എടുക്കാൻ കഴിയില്ല. പക്ഷേ കേസ് അതിൻ്റെ പ്രാരംഭഘട്ടത്തിലാണ്. ഇപ്പോൾ ബെയിലിനെക്കുറിച്ച് മാത്രമാണ് കോടതി നോക്കുന്നത്. ഈ ബെയിൽ ഘട്ടത്തിൽ കോടതിക്ക് ചില ബോധ്യങ്ങൾ ഉണ്ട്. ആ ബോധ്യങ്ങളുടെ ഭാഗമായി ഈ ശബ്ദരേഖ കോടതി കേട്ടു. അപ്പോൾ കോടതിയുടെ ബോധ്യമാണ് അവിടെ പ്രധാനം. ഒരു ബെയിൽ അനുവദിക്കുമ്പോൾ അത് കോടതി പറയുന്നുണ്ട്, ബെയിൽ ഈസ് എ റൂൾ ആൻഡ് ജയിൽ ഈസ് ആൻ എക്സെപ്ഷൻ. അതുകൊണ്ട് ബെയിൽ ഒരു റൂൾ ആയതുകൊണ്ട് തന്നെ കോടതിക്ക് ബെയിൽ അനുവദിക്കാനാകുമോ? ഇവിടെ ബെയിൽ അനുവദിക്കാനുള്ള മുഴുവൻ കാരണങ്ങളും കോടതി വ്യക്തമായി പറയുന്നുണ്ട്. ഈ പരാതിക്കാരി ആദ്യ ദിവസം ക്ലബ് 7 ഹോട്ടലിലെ ആ ദിവസത്തെ അതിക്രൂരമായ ആക്രമണത്തിന് ശേഷം പിന്നീട് രാഹുലുമായി വലിയ ബന്ധം തുടർന്നു, ഉറ്റ ബന്ധം തുടർന്നു. അത് ഇതിൽ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. There were subsequent interactions between them, including discussions regarding joint purchase of a flat at Palakkad, from which proposal she withdrew due to financial constraints. The statement further reveals that she had transferred money to the petitioner on multiple occasions, including after she had come to know about the pregnancy. അതായത് താൻ ഗർഭിണിയാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷവും നിരവധി തവണ രാഹുലിന് പണം അയച്ചു കൊടുത്തു. ഫ്ലാറ്റ് മേടിക്കാൻ തീരുമാനിച്ചു. പിന്നീട് തനിക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് രാഹുലിൽ നിന്ന് ആ ഫ്ലാറ്റിൻ്റെ കച്ചവടം അവസാനിപ്പിച്ചു. ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ ഭർത്താവിനെ അക്കാര്യം മറച്ചു വെച്ചു. അത് തെളിയിക്കുന്ന വാട്സാപ്പ് ചാറ്റുകൾ രാഹുൽ കോടതിയിൽ ഹാജരാക്കി. അപ്പോൾ യുവതിയുടെ ഈ നടപടികളിൽ അടിമുടി സംശയമാണ് കോടതി പ്രകടിപ്പിച്ചത്. ഇത് തന്നെയാണ് രാഹുലിന് അനുകൂലമായി മാറുന്നത്. ഈ ഒരു വാദമാണ് തുടക്കം മുതൽ പലരും, രാഹുലിന് വേണ്ടി വാദിച്ച പലരും പുറത്തെടുത്തത്. അത് പൂർണ്ണമായി കോടതി അംഗീകരിക്കുന്നു. ഇവിടെ കൃത്യമായി ഇനി കോടതിയുടെ ഒരു കണ്ടെത്തൽ, ദ ഒഫൻസ് ഓഫ് റേപ്പ് ഹാസ് ബീൻ മെയ്ഡ് ഔട്ട് ആൻഡ് എക്സർസൈസ് വിച്ച് ഈസ് ക്ലിയർലി ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് കൺസിഡറേഷൻ ഓഫ് ദിസ് കോർട്ട്. അതായത് ഇത് റേപ്പാണ് എന്നുള്ളൊരു നിഗമനത്തിലെത്താൻ കോടതിക്ക് കഴിയുന്നില്ല. ഇതാണ് രാഹുലിൻ്റെ ഒരു ഏറ്റവും പ്രധാന വിജയം. രണ്ടാമത്, ദ ഇല്ലീഗൽ ഓൺ ദ പ്രിമിസസ് ദാറ്റ്, ഇത് ഈ ആക്രമണം നടന്ന സ്ഥലം, ആക്രമണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കൂടിക്കാഴ്ച നടന്ന സ്ഥലം ക്ലബ് 7 ഹോട്ടലിലെ മുറിയിൽ, അവിടെ മറ്റ് സാക്ഷികളില്ല.
ഈ രാഹുലിന് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുത് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചത് 3 കാരണങ്ങൾ കൊണ്ടാണ്. 1, സാക്ഷികളെ സ്വാധീനിക്കും. 2, അതിജീവിതയെ ഭയപ്പെടുത്തും, ഭീഷണിപ്പെടുത്തും. പ്രതിക്ക് സമൂഹത്തിൽ വലിയ ബന്ധങ്ങളുണ്ട്, ഒരു MLA ആണ്, ആ സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കും. ഈ 3 വാദങ്ങളും പൊളിച്ചെറിഞ്ഞു കൊടുത്തു കോടതി. 1, സാക്ഷിയെ സ്വാധീനിക്കും അല്ലെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്ന വാദം. കോടതി ചോദിക്കുന്നു, ഈ ഇല്ലീഗൽ സംഭവം നടന്നത് ക്ലബ് 7 ഹോട്ടലിലെ ഒരു ഹോട്ടൽ റൂമിൽ വെച്ചാണ്. അവിടെ മറ്റ് സാക്ഷികളില്ല, ആരെ സ്വാധീനിക്കാനാണ്? മറ്റ് സാക്ഷികളില്ല, ഇവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ സാക്ഷികളെ സ്വാധീനിക്കും എന്നൊരു വാദം അവിടെ നിലനിൽക്കില്ല. 2, അതിജീവിതയെ ഭയപ്പെടുത്തും, ഭീഷണിപ്പെടുത്തും. അതിജീവിത കാനഡയിലാണ്. വിദേശത്തുള്ള ഒരു പരാതിക്കാരിയെ എങ്ങനെ ഇവിടെ ഇരുന്ന് ഭീഷണിപ്പെടുത്താനും ഭയപ്പെടുത്താനും രാഹുലിന് കഴിയും? സമൂഹത്തിലെ ഉന്നതൻ എന്ന നിലയിൽ കേസ് അട്ടിമറിക്കും. അതിൽ കോടതി വ്യക്തമായ കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. കോടതി പറയുന്നു, ഇതിൽ ഡിജിറ്റൽ തെളിവുകളാണ് പ്രധാനം. രാഹുലിൻ്റെ മൊബൈൽ അത് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ. രാഹുലിനെ കഴിഞ്ഞ 18 ദിവസം റിമാൻഡിലും കസ്റ്റഡിയിലും ഉണ്ടായിരുന്നു. എല്ലാ വിവരങ്ങളും നിങ്ങൾ തേടിയല്ലോ. ഇനി അയാളിൽ നിന്ന് എന്തെങ്കിലും അറിയണമെങ്കിൽ അയാളെ വിളിപ്പിച്ചു വരുത്താം. കാരണം അയാളൊരു MLA, ഒളിച്ചോടില്ല. അപ്പോൾ ആ വാദങ്ങൾ പൂർണ്ണമായി പൊളിച്ചെറിഞ്ഞുകൊണ്ടാണ് രാഹുലിന് ജാമ്യം അനുവദിച്ചത്. ഈ ഘട്ടത്തിലും നമുക്ക് ഈ കേസിലെ പരാതിക്കാരിയുടെ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ്റെ ദുർബല വശമാണ് കാണാൻ കഴിയുന്നത്. വീണ്ടും കേസിൻ്റെ മറ്റ് തലങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ ഏറ്റവും ശക്തമായി രാഹുലിൻ്റെ അഭിഭാഷകൻ വാദിച്ചത് ഇതൊരു നിയമവിരുദ്ധ അറസ്റ്റായിരുന്നു. അർദ്ധരാത്രി 12 മണിക്ക് ശേഷം പാലക്കാട് ഒരു ഹോട്ടലിലെത്തി രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നു. നമ്മളൊക്കെ കരുതിയത് പത്തനംതിട്ടയിലേക്ക് നേരെ കൊണ്ടുവന്നു എന്നാണ്. ഈ വിധിന്യായത്തിൽ പറയുന്നത് നേരെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു എന്ന്. ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ല. തിരുവനന്തപുരത്ത് കൊണ്ടുവന്നതിന് ശേഷമാണ് പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്തൊരു പ്രതിയെ കൊണ്ട് നേരെ കൊടും കുറ്റവാളി എന്നതുപോലെ പാലക്കാട് നിന്ന് ചുമന്ന് തിരുവനന്തപുരത്ത് എത്തിക്കുന്നു, ഇവിടുന്ന് പത്തനംതിട്ട എത്തിക്കുന്നു. അപ്പോൾ ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയും വലിയ നടപടിക്രമങ്ങളുടെ വീഴ്ചയും സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അക്കമിട്ട ഡേറ്റുകൾ കോടതി ഈ വിധിന്യായത്തിൽ എടുത്തു പറയുമ്പോൾ നമുക്ക് അക്കാര്യത്തിൽ കൂടുതലൊരു വ്യക്തത വരും. കാരണം 7-ാം തീയതി കിട്ടുന്നൊരു പരാതി, പിന്നീട് 8-ാം തീയതി അതിജീവിതയിൽ നിന്ന് തിരുവനന്തപുരം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ വിശദാംശങ്ങൾ അറിയുന്നു. തൊട്ടടുത്ത ദിവസം FIR വൈകുന്നേരം 5 മണിക്കിടുന്നു. അതിനടുത്ത ദിവസം രാത്രി നേരെ പാലക്കാട്ടേക്ക് തിരിക്കുന്നു. അപ്പോൾ ഒരു 3 ദിവസം വളരെ ഫാസ്റ്റ് മോഡിൽ അതീവ രഹസ്യമായി ഭരണതലത്തിലൊക്കെ നേരിട്ട ഇടപെടലുകൾ കൊണ്ട് കൃത്യമായി ഒരു പ്ലാനിങ് നടന്നിട്ടുണ്ട് ഈ അറസ്റ്റിന് പിന്നിൽ. അതുകൊണ്ട് ഈ അറസ്റ്റ് നടപടിക്രമങ്ങളുടെ പൂർണ്ണ ലംഘനമാണ്. അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു വ്യക്തിക്ക് ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും കൈമാറണമെന്നുണ്ട്. എന്തിന് അറസ്റ്റ് ചെയ്യുന്നു, എന്താണ് നിങ്ങളുടെ പേരിലുള്ള കുറ്റാരോപണം, ഇതൊക്കെ കൃത്യമായി ഒരു പെർഫോമയിലൂടെ അറിയിക്കണമെന്നുണ്ട്. അത് ഒരു തലത്തിലും പാലിച്ചിട്ടില്ല എന്നത് വ്യക്തമാക്കിക്കൊണ്ടാണ് ഡീറ്റെയിൽ ഗ്രൗണ്ട്സ് ആൻഡ് റീസൺസ് ഓഫ് അറസ്റ്റ് വ്യക്തമാക്കിയിട്ടില്ല എന്ന് കോടതി പൂർണ്ണമായി രാഹുലിൻ്റെ അഭിഭാഷകൻ്റെ വാദം അംഗീകരിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ കൃത്യതയോടെ ഇക്കാര്യം വിധിന്യായത്തിൽ കോടതി രേഖപ്പെടുത്തി. കോടതി പറയുന്നു 9-ാം തീയതി 5 മണിക്കാണ് FIR-നുള്ള ശ്രമം തുടങ്ങിയത്. 7:28-ന് FIR ഇട്ടു. The materials on record do not indicate that the survivor had affixed her signature on the first information statement. പരാതിക്കാരിയുടെ ഒരു ഒപ്പ് പോലും വാങ്ങാതെയാണ്. വളരെ അപൂർവ സന്ദർഭങ്ങളിൽ ഇത് പറ്റും. കാരണം വിദേശത്ത് നിന്നൊരു പരാതി അയച്ചാലും പ്രതി അതിഭീകരനായ ഒരു കുറ്റവാളിയാണെങ്കിൽ ഇത്തരം ഒപ്പൊക്കെ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് കോടതി പറയുന്നുണ്ട്. എന്നാൽ കോടതി പിന്നീട് പറയുന്നുണ്ട്, സാധാരണ ഇത്തരം FIR രജിസ്റ്റർ ചെയ്താൽ 3 ദിവസത്തിനുള്ളിൽ പരാതിക്കാരിയുടെ വിശദമായ മൊഴി ഒപ്പോടുകൂടി രേഖപ്പെടുത്തണം, പരാതിക്കാരിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇതൊന്നും നടന്നില്ല. അപ്പോൾ കാനഡയിലാണ് പരാതിക്കാരി ഇങ്ങോട്ട് വരുന്നില്ല എന്നതാണ് പോലീസ് നിലപാട്. പിന്നീട് പ്രോസിക്യൂഷൻ കോടതിയോട് പറയുന്നത് എംബസി സഹായത്തോടെ വിശദമായ ഒരു വീഡിയോ കോൺഫറൻസിങ് വഴി ഇത്തരം ആ യുവതിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അപ്പോൾ പരാതിക്കാരിയുടെ നിസ്സഹകരണം കോടതി എടുത്തു പറയുന്നു. പോലീസിൻ്റെ നടപടിക്രമങ്ങളുടെ വീഴ്ച എടുത്തു പറയുന്നു. FIR has already been registered by the police. However, the fact remains that there is non-compliance with the requirement under section 173(2) of the BNSS, which mandates that information received through electronic communication shall be signed by the informant within 3 days. അപ്പോൾ
നടപടിക്രമങ്ങളുടെ പൂർണ്ണ വീഴ്ച ഈ കേസിന് പിന്നിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് കേരളത്തിലെ എത്ര ചാനലുകൾ, എത്ര മാധ്യമങ്ങൾ ഇതിനെ പച്ചയ്ക്ക് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുന്നില്ല? ഇതാണ് കോടതിയുടെ ഏറ്റവും ശ്രദ്ധേയമായ നിരീക്ഷണം. അടുത്തത്, ദിസ് ആസ്പെക്ട് ഡസ് കാസ്റ്റ് എ ഷാഡോ ഓൺ ദ പ്രൊസീജറൽ റെഗുലാരിറ്റി സറൗണ്ടിങ് ദ രജിസ്ട്രേഷൻ ഓഫ് FIR and is factor that cannot be completely ignored while considering the present application of bail. അപ്പോൾ ആ നടപടികളിൽ ഒരു ഷാഡോ പടർന്നിരിക്കുന്നു പോലീസിൻ്റെ. രാഹുലിനെ അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമാണ്. ഇതിൽ പരം എന്ത് വിധിയാണ് വരാനുള്ളത്? ഇത്രയും കാലം രാഹുലിൻ്റെ അഭിഭാഷകൻ വാദിച്ചത് കോടതി അംഗീകരിച്ചിരിക്കുന്നു. ഇനിയും മറ്റ് നിരവധി കണ്ടെത്തലുകൾ കോടതി നടത്തിയിരിക്കുന്നു. യുവതി പറയുന്ന, ഈ പരാതിക്കാരി പറയുന്ന ഈ ക്രൂര സംഭവത്തിന് ശേഷം ഇരുവരും തമ്മിൽ ഒരു ഫ്രണ്ട്ലി മാനറിലായിരുന്നു പിന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതിൽ കൃത്യമായി പറയുന്നു, വാട്സപ്പ് ചാറ്റ്സ് ഹാവ് ബീൻ എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ ദ സർവൈവർ ആൻഡ് ദ പെറ്റീഷണർ ഇൻ December 2024 and October 2025 respectively would prima facie indicate that their interactions continued in a friendly manner. It is only after her having came to know that certain other women had raised allegations of sexual abuse against the petitioner that അതായത് മറ്റ് സ്ത്രീകൾ പരാതി കൊടുത്തു എന്നറിഞ്ഞപ്പോഴാണ് ഈ സ്ത്രീക്ക് കലിപൊട്ടിയത്. അതുവരെ ഒരു പരാതിയില്ല. രാഹുലുമായി വളരെ ഫ്രണ്ട്ലി മാനറിൽ വളരെ സൗഹാർദ്ദപരമായ ബന്ധം തുടർന്നിരുന്നു. ഇവന് വേറെയും സ്ത്രീകളുമായി ബന്ധമുണ്ട് എന്നറിഞ്ഞപ്പോൾ ഇവർ പൊട്ടിത്തെറിക്കുന്നു. അപ്പോഴും മറുവശത്ത് അവർ വൈവാഹിക ബന്ധത്തിൽ ഒരു പ്രശ്നമില്ലാതെ ഇപ്പോഴും തുടരുകയാണ്. അപ്പോൾ വൈവാഹിക ബന്ധത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മറ്റൊരാളുമായി ഒരു ഇലിസിറ്റ് റിലേഷൻഷിപ്പിലുള്ള ഒരു ആള്, ഇവർ തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഒരു വൈരാഗ്യത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ വഴക്കിൻ്റെ പേരിൽ ആ പരാതി മുഖ്യമന്ത്രിക്ക് അയക്കുന്നു. മുഖ്യമന്ത്രി വളരെ കണിശതയോടെ കരുക്കൾ നീക്കി ഒരു കുറ്റവാളി എന്നതുപോലെ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നു. ഇതൊരു സാക്ഷര കേരളത്തിന് അംഗീകരിക്കാൻ കഴിയുമോ? ഇവിടെയാണ് നമ്മൾ രാഹുലിനെ ന്യായീകരിക്കുകയല്ല, ഈ പ്രവൃത്തിയെ ചോദ്യം ചെയ്യുന്നത്. ഇതൊരു കൃത്യമായ ഭരണകൂട വേട്ടയാണ് ഇവിടെ നടന്നത്. കാരണം ഈ വിധിന്യായത്തിൽ അത് കൃത്യതയോടെ പറയുന്നുണ്ട്. ഇത് കോടതി എന്തുകൊണ്ടാണ് ഇവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ലി മാനർ വിശദീകരിച്ചത്? ആസ് റിഗാർഡ്സ് ദ Annexure 5 pen drive produced by the petitioner, it is audible to contain a voice clip of a woman stating that the incident occurred with her consent. അതായത് ആ ഇൻസിഡൻറ്റ് സ്ത്രീയുടെ അനുമതിയോടെയാണ് എന്ന ആ വോയിസ് ക്ലിപ്പിൽ രാഹുലിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞു. ആ വോയിസ് ക്ലിപ്പിൻ്റെ ആധികാരികതയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അത് നിയമപരമായി കോടതി അതിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല. പക്ഷേ കോടതിയുടെ ഒരു ആദ്യ നിരീക്ഷണത്തിൽ ഇത്തരം കാര്യങ്ങൾ കോടതി കൃത്യതയോടെ നിരീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ബെയിൽ ഈസ് ദ റൂൾ ആൻഡ് ജയിൽ ഈസ് ദ എക്സെപ്ഷൻ എന്ന് കോടതി പറഞ്ഞത്. ഇനിയും നിരവധി കാര്യങ്ങൾ കോടതി നോട്ട് ചെയ്തിട്ടുണ്ട്. സർവൈവർ ഈസ് ഓവർസീസ് ഇൻ കാനഡ ആൻഡ് ഹെൻസ് ദ അപ്രിഹെൻഷൻ ദാറ്റ് ഷീ മേ ബി ഇൻറ്റിമിഡേറ്റഡ് അപ്പിയേഴ്സ് ടു ബി സ്പെക്കുലേറ്റീവ്. കാനഡയിലുള്ള അതിജീവിതയെ ഒരു കാരണവശാലും ഭയപ്പെടുത്താനോ കേസ് അട്ടിമറിക്കാനോ കഴിയില്ല. അതിജീവിത എന്തുകൊണ്ട് ഇതുവരെ കാനഡയിൽ നിന്ന് ഇവിടെ എത്തിയില്ല? ചുരുക്കത്തിൽ വളരെ വ്യക്തതയുള്ള പല നിരീക്ഷണങ്ങളും കോടതി ഈ കേസിൽ നടത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യ ഘട്ടം മുതൽ രാഹുലിൻ്റെ മൂന്നാം പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. നമ്മളെടുത്ത നിലപാടുകൾ, നമ്മൾ മുന്നോട്ട് വെച്ച പോയിന്റുകൾ പൂർണ്ണമായി ശരിയായിരുന്നുവെന്ന് ഈ വിധിന്യായം തെളിയിക്കുന്നു. അതുതന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. ഒരു അതിജീവിതയെ നമ്മൾ തള്ളിപ്പറയില്ല, ഒരു ഇരയെയും നമ്മൾ വേട്ടയാടില്ല, ഒരു ഇരയ്ക്കെതിരെയും നമ്മൾ നിലകൊള്ളില്ല. പക്ഷേ ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു യുവതി മറ്റൊരു അവിവാഹിതനായ ഒരു പുരുഷനുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്നു. ആ ബന്ധത്തിലെ വിള്ളലുകൾ നമുക്കറിയാം. സാധാരണ ഏത് ബന്ധമാവട്ടെ, ഒരു ഇലിസിറ്റ് അതൊക്കെ അവരെ സംബന്ധിച്ച് ഇലിസിറ്റ് അല്ല, അവർക്കുള്ളിൽ ഒരു ദിവ്യ പ്രണയമായിരിക്കാം. അത് മനുഷ്യ മനസ്സുകളുടെ, മനുഷ്യബന്ധങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. രണ്ട് മനുഷ്യർ തമ്മിൽ എപ്പോൾ വേണമെങ്കിലും അവർക്ക് പ്രണയിക്കാം. വളരെ കടുത്ത സൗഹൃദ ഭാവങ്ങളിലേക്ക് അവരുടെ ജീവിതത്തെ മാറ്റിയെടുക്കാം. മറ്റുള്ളവർ നോക്കുമ്പോൾ അവർക്ക് അവരുടെ ഒരു സദാചാര കണ്ണിലൂടെ നോക്കുമ്പോൾ ഇതൊന്നും അത്ര ദഹിക്കില്ലായിരിക്കാം. പക്ഷേ ഇവിടെ സമൂഹം എവിടെയാണ് ഇടപെടുന്നത്? സമൂഹം ഇടപെടുന്നത്
ഇവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ അടുത്തയാൾക്കെതിരെ അതിക്രൂരമായ പല കാര്യങ്ങളും വിളിച്ചു പറയും. തന്നെ ചതിച്ചു, വഞ്ചിച്ചു, മൃഗീയമായി വേട്ടയാടി, മൃഗീയമായി ആക്രമിച്ചു, തൻ്റെ ജീവിതം നശിപ്പിച്ചു, തകർത്തു. ഇതൊക്കെ പറയുമ്പോൾ വെള്ളം തൊടാതെ നമുക്ക് അങ്ങ് ദഹിക്കില്ല, വെള്ളം തൊടാതെ വിഴുങ്ങാനും പറ്റില്ല. അതിലെ പല വസ്തുതകളും നമുക്ക് സത്യസന്ധമായി ചോദ്യം ചെയ്യേണ്ടി വരും. ആ ചോദ്യം ചെയ്യലുകൾക്ക് കോടതിയിൽ നിന്ന് നമുക്ക് നിയമപരമായ ചില നിലപാടുകൾ കൂടി കേൾക്കുമ്പോൾ നമ്മുടെ ആ നിരീക്ഷണങ്ങൾ സത്യമായിരുന്നു എന്ന ഒരു തോന്നൽ, അതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. രാഹുലിൻ്റെ ചെയ്തികളോട് ജനങ്ങൾക്ക് യോജിക്കാം, വിയോജിക്കാം, അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങൾ. പക്ഷെ നിയമപരമായി അയാൾക്ക് ചെയ്തതിൽ എന്താണ് തെറ്റ് എന്ന് ഹൈക്കോടതി ചോദിക്കുമ്പോൾ രാഹുലിനെതിരെയുള്ള 3ാം പരാതിക്കാരിയുടെ പരാതിയിൽ രാഹുൽ ബലാത്സംഗം നടത്തിയിട്ടില്ല എന്ന നിരീക്ഷണത്തിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി എത്തുമ്പോൾ നമുക്ക് നമ്മുടെ നിലപാട് ശരിയുടെ പക്ഷത്തേക്ക് ചേർത്ത് വയ്ക്കാനേ കഴിയൂ. അതുകൊണ്ടാണ് ഇത്തരം തുറന്നു പറച്ചിലുകൾ. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു പ്രഹരം തന്നെയാണ് കോടതിയിൽ നമുക്കത് വിലയിരുത്തുമ്പോഴെല്ലാം തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി പറഞ്ഞതുപോലെ ഇനി രാഹുലിനെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് ജനം തീരുമാനിക്കും. അത് ഇനി പറഞ്ഞതുപോലെ ഒരു ആദ്യഘട്ടത്തിൽ വന്നതുപോലെ ഒരു റീ എൻട്രി ഇനി രാഹുലിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതും നമുക്കറിയില്ല. അതിനി ജനം തീരുമാനിക്കട്ടെ അല്ലേ? കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.